പിന്നിലെ തത്വബോധം. നമ്മുടെ സനാതനത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒത്തിരിയും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം നമുക്കുണ്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥമായ കാര്യത്തെ നമ്മൾ ബോധിക്കാതെ ആചാരങ്ങളെ നമ്മൾ അനാചാരമാക്കി മാറ്റും, വിശ്വാസങ്ങളെ നമ്മൾ അന്ധവിശ്വാസങ്ങളാക്കി മാറ്റും. അങ്ങനെ ഒത്തിരി തെറ്റുകൾ നമ്മളിൽ നിന്ന്, അതെന്തുകൊണ്ട്? അറിവില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ തന്നെ എന്താണ് മണ്ഡലകാലം എന്ന് ഇപ്പോൾ നമ്മുടെ സനാതന വിശ്വാസത്തിൽ ഏറ്റവും വലിയ ഒരു മൂല്യച്യുതി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇപ്പൊ തന്നെ ഇവിടെ ഇത്രയും പേരിരിക്കുന്നു. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഇല്ല, കുട്ടികൾ, അവർക്കൊന്നും ഇന്ന് നമ്മുടെ ഈ സനാതന ധർമ്മത്തെ പറ്റി അവർക്ക് ആധികാരികമായിട്ടൊന്നും അറിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത് ഒത്തിരി ദൂരെ പോയിരിക്കുകയാണ്. വീടുകളിൽ നാമജപം കുറയുന്നു, മക്കളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആളുകൾ ഇല്ലാതായി പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് കുറയുന്നു. പക്ഷേ മറ്റുള്ള സെമറ്റിക് റിലീജിയൻസ് ഇല്ലേ, ക്രിസ്ത്യാനി അങ്ങനെയുള്ള മറ്റുള്ളവർ, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കുള്ള മതപാഠങ്ങൾ അവരെന്ന് സ്കൂളില് 1ാം ക്ലാസ്സിൽ പഠിച്ചാൽ പാരലായിട്ട് തന്നെ അപ്പുറം ഈക്വലായിട്ട് അവരുടെ മതപാഠവും അവർ പഠിക്കണം. എന്നാലേ അവർക്ക് അവരുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നമ്മുടെ നോട്ട് ആ കമ്പൽസറി, ഒരു കമ്പൽസറി ഇല്ല, ഒരു നിർബന്ധവുമില്ല. ഇവിടെ ക്ഷേത്രമുണ്ട്, ക്ഷേത്ര തന്ത്രി വന്നു, പൂജാരി വന്നു, വെളുപ്പിനെ നിർമാല്യം, എല്ലാ ക്ഷേത്ര ചടങ്ങുകൾ അതിന്റെ ക്രമം അനുസരിച്ച് നടക്കുമെങ്കിലും നമ്മൾ ആരെയും നിർബന്ധിച്ച് വിളിക്കുകയില്ല, വാ എന്ന് പറഞ്ഞു അല്ലേ. അത് നമുക്കപ്പോൾ സൗകര്യമുണ്ട്, നമ്മൾ വന്ന് തൊഴുന്നു. ഇതുകൊണ്ട് സനാതന ധർമ്മം ഒരിക്കലും നശിക്കുന്നില്ല. പക്ഷേ അറിവുകൾ ഇപ്പോൾ എന്താ കുറയുന്നുണ്ട്. ഇപ്പോൾ 41 ദിവസം, 41ന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 41 ദിവസത്തെ അയ്യപ്പനെ കാണാൻ, ശബരിമല അയ്യപ്പനെ കാണാനായിട്ട് മണ്ഡലമാസത്തിൽ വ്രതമെടുക്കും ഇല്ലേ. ഈ 41 ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അതിബൃഹത്തായ ഒരു തത്വബോധമുണ്ട് കേട്ടോ. ഈ ഭഗവാൻ എന്ന ഒരു വിശ്വാസം പറഞ്ഞ് നമ്മളെ കൊണ്ട്, സയൻസാണ് ഇതിനകത്ത്, സയൻസും കണക്കും കാൽക്കുലേഷനാണ് ഉള്ളത്. ഈ ഭഗവാൻ എന്ന ആ ഒരു ബോധത്തിൽ നമ്മളെ കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് 41 ദിവസം എന്ന് പറയാൻ ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ മക്കളെ, ഇവിടെ ഇംഗ്ലീഷുകാർ വരുന്നത് എപ്പോഴാ? കോഴിക്കോട് അല്ലെ, കാപ്പാട്, കടപ്പുറത്ത് ആരാ വന്നേ? ആദ്യം വാസ്കോ ഡ ഗാമ വന്നു അല്ലേ. ഇപ്പൊ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മുടെ ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കലണ്ടർ ഏതാ? ഇതിനു മുമ്പ് നമ്മൾ കലണ്ടർ എവിടെയാ നോക്കുന്നത്? ഹിന്ദുക്കൾ ഇല്ലേ, സനാതനികൾ എവിടെയാ നോക്കുന്നത്? പഞ്ചാംഗത്തില് അല്ലേ. അപ്പോൾ ഇപ്പോൾ വന്ന കലണ്ടർ വന്നിട്ട് 2024 വർഷമേയാണ്. നമ്മുടെ ഈ സനാതന ധർമ്മം 10,000 വർഷങ്ങൾക്കും അപ്പുറയാണ് അവിടുന്ന് തുടങ്ങുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതില് എന്ത് പറയുന്നു? നമുക്ക് നമ്മുടെ പഞ്ചാംഗം എടുത്തു നോക്കിയാൽ ഇപ്പോൾ അമ്മൂമ്മമാർക്ക്, പ്രായമുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഒരു പഞ്ചാംഗത്തില് നമുക്കൊരു മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുണ്ട്? ഒരു മാസം എത്ര ദിവസം അറിയോ? ഒരു മാസം എന്ന് പറഞ്ഞാൽ പഞ്ചാംഗത്തിൽ 27 ദിവസമാണ് കേട്ടോ. ഈ 27 ദിവസം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രം പറയും. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി പറയത്തില്ലേ? ഈ നക്ഷത്രങ്ങൾ 27 ഉണ്ട്. ഭാഗവതം പഠിക്കുമ്പോൾ പറയും, ദക്ഷ പ്രജാപതി സൃഷ്ടി ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി അവസാനം 60 പെൺകുട്ടികളെ സൃഷ്ടിക്കും ദക്ഷ പ്രജാപതി. ആ 60 പെൺകുട്ടികളെ സൃഷ്ടി ചെയ്യുമ്പോൾ 60-ൽ 27 പേരെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നത്? ചന്ദ്രഭഗവാൻ. ആ 27 നക്ഷത്രങ്ങളാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നാമകരണം ചെയ്യുന്ന എത്രാമത്തെ ദിവസമാണ്? പേരിടുന്നു 28. നമ്മൾ പറയും 28 കെട്ടാന്ന് പറയും. എന്താണ് 28 കെട്ട്? എന്തുകൊണ്ട് 28ാമത്തെ ദിവസം? എന്തുകൊണ്ട് 25ാമത്തെ ദിവസം ചെയ്യുന്നില്ല, 30ാമത്തെ ദിവസം ചെയ്യുന്നു? ഇതിന്റെ പിന്നിലൊക്കെയുള്ള തത്വം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. 27 നക്ഷത്രമുണ്ട്. അശ്വതി നാളിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഈ അടുത്ത അശ്വതി നാള് വരണമെങ്കിൽ 28ാമത്തെ ദിവസം വരണം. ആ 28ാമത്തെ ദിവസം ഇത് ജനിച്ച നാള് വരുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്ന് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 27 ദിവസം എന്ന് നമ്മൾ പറയുമല്ലോ. ഈ 27 ഒരു വർഷത്തിൽ നമുക്ക് എത്ര മാസങ്ങളുണ്ട്? ഒരു വർഷത്തിൽ എത്ര മാസം വരും?
12. പറഞ്ഞ കുഴപ്പമില്ല. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. ഈ 12 മാസം 12 ഇൻറ്റു 27. ഇപ്പോഴെല്ലാം പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ എത്രയാ 75-ലെ ജനനം തൊട്ട് ആ കാലഘട്ടത്തിൽ ഉള്ളവർക്ക് പറഞ്ഞ ഉടനെ ഇത്തിരിയൊക്കെ കണക്ക് ഇവിടെ കൂടും അല്ലേ? നമ്മൾ കാൽക്കുലേറ്റർ ഇപ്പോഴുള്ള നമ്മുടെ മക്കളെ പുതിയ മക്കളൊക്കെ ഒത്തിരി പഠിച്ചത് കൊണ്ട് അവർക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ കൂട്ടാൻ പറ്റും. ഇത് പറ്റുമോ? 27 ഇൻറ്റു 12 എത്രയാ മക്കളെ? ഞാൻ പറഞ്ഞോളാം. 27 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 324 കേട്ടോ. പിന്നെ കൂട്ടി നോക്കണം. പിന്നെ 27 ഇൻറ്റു 12 324. അപ്പോൾ നമ്മുടെ ഈ സൂര്യ ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഈ വെളിച്ചം തന്ന് നമ്മളെ ഇവിടെ ജീവിക്കാൻ നമ്മളെ അനുവദിക്കുന്ന ആ സൂര്യനെ നമ്മൾ ഭഗവാൻ എന്ന് വിളിച്ചല്ലേ? സൂര്യ ഭഗവാൻ. നമ്മളെ സംരക്ഷിക്കുന്ന ഈ ഭൂമിയെ നമ്മൾ ഭൂമി ദേവി എന്ന് വിളിച്ചല്ലേ? അങ്ങനെ ആ സൂര്യ ഭഗവാനെ ഈ ഭൂമി ഒന്ന് ചുറ്റി വരണമെങ്കിൽ എത്ര ദിവസം? എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 1 വർഷം അല്ലേ? ഈ ഭൂമി സൂര്യനെ ഒന്ന് വലം വെക്കുന്നതിന് 365 ദിവസം വേണ്ടേ? ഈ 365 ദിവസം 365 ദിവസം വേണമെങ്കിൽ നമുക്ക് ഇവിടെ എത്ര ദിവസം വന്നു? 27